നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 തരം ഇലകൾ കൊണ്ടുള്ള ഒരു തോരനും ചാറുകറിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് മത്തങ്ങയുടെ ഇലയും അതേപോലെ ചേനയിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്മിത, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വായോട്ടെ. നമ്മളുണ്ടല്ലോ നമ്മുടെ ചേനത്തണ്ടും അതേപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ ഇലയൊക്കെ നമ്മള് എന്താ പറയാ അരിയണേക്കാളും മുന്നൊന്ന് കഴുകി നന്നായി വെള്ളമൊക്കെ കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഇലയൊക്കെ അരിയണേക്കാളും മുന്നായിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാനിതാ ഒരു അര ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി വരിത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ പരിപ്പൊക്കെ നന്നായി മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഒരു 2 ഗ്ലാസിന്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ടിതാ തീ കത്തിച്ച് നമ്മൾ ആ കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. 2 വിസില് സ്പീഡിൽ വന്നോട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇറക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മത്തലായിട്ട് അരിഞ്ഞെടുക്കണത്. അപ്പൊ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പിടിക്കാവുന്ന അത്ര അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ ടർക്കികളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ പുതിയവരൊക്കെ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് കനം കുറച്ച് അരിയണം കേട്ടാ. എന്ത് ഇല തോരൻ വെക്കായാലും നമ്മള് കനം കുറച്ച് അരിയുമ്പോഴാണ് അതിനൊരു ഭംഗിയും അതേപോലെ തന്നെ കറി ആയി വരുമ്പോഴായാലും നമുക്കത് എടുത്ത് കഴിക്കാനും എളുപ്പമുണ്ടാവുള്ളൂ കേട്ടാ. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഇലയൊക്കെ നല്ല വീതിയുള്ള ഇലയൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് അരിഞ്ഞിട്ട് വീണ്ടും അതിനൊന്ന് തിരിച്ചു വെച്ചിട്ട് വീണ്ടും അരിയാം. അപ്പൊ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇലയൊക്കെ എത്തുമ്പോ ഒന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് ഒതുക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വെച്ചിട്ട് അരിയാൻ പറഞ്ഞോളൂ ഞാൻ. അപ്പൊ ഇതിങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് ഈ ഇലയില മൊത്തത്തിൽ ഒന്നും കൂടി ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. എന്നിട്ടാ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും കേട്ടാ. അപ്പൊ നമ്മുടെ പരിപ്പ് 2 വിസിൽ വന്ന് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമ്മുടെ പരിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ചേനത്തണ്ട് കറി വയ്ക്കാനാട്ടാ. അപ്പൊ നോക്കി ഞാൻ എല്ലാം നോക്കി എല്ലാത്തും നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ കേട്ടാ. ഇനി നമ്മുടെ ചേനത്തണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടാ. ചേനത്തണ്ട് അരിഞ്ഞെടുക്കുമ്പോഴേ നമ്മുടെ ഇതിന്റെ മുകളിലത്തെ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ ചീന്തി കളയണം കേട്ടാ. തണ്ടുമ്പത്തെ ഇങ്ങനെ കളയണം. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇല എടുക്കുമ്പോഴും ഇലയത്തും കളയണം കേട്ടാ. ഇതാ ഇല ഇങ്ങനെ പിടിച്ചിട്ടേലും കണ്ട ഇതേപോലെ ഇങ്ങനെ ചീന്തി കിട്ടും ഇതിന്റെ ഞാരുകള്. ഇങ്ങനെ കളഞ്ഞിരിക്കണം കേട്ടാ. എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് കനം കുറവിൽ അരിഞ്ഞെടുക്കുക. ഇല തണ്ടാണെങ്കിൽ നോക്കിയേ നമ്മളിതാ ഇതേപോലെ കണ്ട ഇങ്ങനെ ആക്കണം. കായൊക്കെ നമ്മൾ എത്ര ഇങ്ങനെ കുറെ പുളികൾ പൊളിക്കില്ല അതേപോലെ ഇങ്ങനെ പൊളിച്ചിട്ട് വേണം എന്താ ഇലയും തണ്ടൊക്കും കൂടി കൂട്ടിപ്പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അതായാലും നോക്കി നല്ല കനം കുറവിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടാ. അപ്പൊ നമ്മളുണ്ടല്ലോ
ചേനത്തണ്ട് അരിഞ്ഞതുണ്ടല്ലോ നേരെ നമ്മളൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടെ ചെയ്യണേ. ഇതിപ്പോ അരിയുമ്പോ നമുക്ക് തോന്നുന്നു കൊറേ ഉണ്ടെന്ന്, പക്ഷെ ഇത് വെന്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ടാ. മുളക് പൊടിയൊക്കെ എപ്പോഴും കുറവെടുത്തോളാം, കാരണം ഞാൻ പറഞ്ഞല്ലോ വെന്ത് വരുമ്പോ ഇത് കുറയുന്നുള്ളത്. അപ്പൊ ഞാനിതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്കാണ് മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടാ. അത്രയും മതി. പിന്നെ അത്യാവശ്യം എരിവുള്ള ഒരു മുളകാണ്, നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെ ആവുമ്പളേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ്. ഉപ്പായാലും എന്താ ഇപ്പൊ കുറവിട്ടാ മതി, കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഒന്നും എടുത്തിട്ടേ ഇല്ല, അത്രേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇപ്പൊ ഒരു 3 ഗ്ലാസിന്റെ അടുത്തേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ കണ്ട ഇതാ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ വെള്ളം ഒന്നും ഇങ്ങനെ പൊന്തി വരും. ആ രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇനി നമുക്കിത് മൂടി വെച്ച് തീ കത്തിക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ ഈ അടുപ്പാണ് എന്റെ ഇത്തിരി വലുത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുപ്പിലിട്ട് വേഗം കത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതാ തീ കത്തിച്ച് നമുക്കിതാ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെ തിളയ്ക്കുമ്പോ നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം കേട്ടാ. നമ്മളുണ്ടല്ലോ മത്തയില തോരൻ വെക്കാൻ വേണ്ടിട്ട് ഒരു 3/4 ഗ്ലാസിന്റെ അവിടേക്ക് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഇതാ ഒരു കതിര് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ നോക്കിയ ഒരു തുണ്ട് പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഒന്ന് വെള്ളം ഒഴിച്ചിടാം. ഇത് നമ്മുടെ ചേനത്തണ്ട് വെക്കണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനായിട്ടാണ് ഈ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. പുളി ഇവിടെ ഇരുന്ന് ഒന്ന് അരിയട്ടെ നന്നായിട്ട്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഇതൊന്ന് ചതച്ചു കൊണ്ടിട്ടെ കേട്ടാ. ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ നാളികേരം നന്നായിട്ട് ചതച്ചെടുത്തിട്ടാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ മത്തല തോരൻ വെക്കാം. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് നമ്മളിതവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഒപ്പം നമ്മുടെ ഇതാ ചേനത്തണ്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചേനത്തണ്ടൊക്കെയും കറി വെക്കുമ്പോഴേ തീ ഉണ്ടല്ലോ കെട്ടു പോയിരുത്തിട്ടാ. അങ്ങനെ കേട്ടിട്ടുണ്ട്, ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ചൂടിൽ തന്നെ കിടന്ന് വേവണമെന്ന്. അതല്ലെങ്കിൽ എന്താ പറയാ അതായത് ചൊറിച്ചില് വരുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം തീ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ ലെവലില് ആ ചൂടിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് കേട്ടാ. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മൺചട്ടി കാരണമായിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ ഇതേപോലെ പുകയണ പോലെ തോന്നുന്നത്. അതാ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇതാ പൊട്ടി കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് ഉണ്ടല്ലോ നമ്മള് ഒരു 8 ചുവന്നുള്ളി ഇട്ടാ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടെ നമുക്ക് ആദ്യം. ഉള്ളിയൊക്കെ ഇട്ട് നോക്കിയാൽ ഇതേപോലെ കണ്ട ചെറുതായിട്ടൊരു കളറൊക്കെ മാറി ഇങ്ങനെ വന്ന് തുടങ്ങിയ സമയത്താണ് നമ്മള് ചതച്ച് വെച്ച് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കണം കേട്ടാ. നാളികേരം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആ നാളികേരത്തിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടാ. നാളികേരൊക്കെ ഇട്ട് കഴിയുമ്പോ 2 മിനിറ്റ് നമ്മളൊന്ന് നാളികേരൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് നോക്കിയാ നമ്മുടെ മത്തല തോരൻ ഇട്ട് കൊടുക്കാം കേട്ടാ. മത്തല തോരനല്ല, മത്തല അരിഞ്ഞത്. ഫുള്ള് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത തന്നെ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇലയായ കാരണേ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഒന്ന് വാടുമല്ലോ. അപ്പൊ പെട്ടെന്ന് ഒന്ന് നമുക്ക് സ്ഥലം ഉണ്ടാവും കേട്ടോ നമ്മുടെ ചീനിച്ചട്ടിയില്. ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു തുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അതേപോലെ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. ആദ്യം ഞാനിതാ ഒരു ഇത്തിരിയോളം ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഇളക്കി സെറ്റായിട്ട് വരുമ്പോൾ നന്നായി കുറയും. അപ്പൊ നമുക്ക് ആ സമയത്ത് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണില്ല,
ഇനിയിപ്പോ എന്താ പറയാ, ഒഴിക്കണമെന്ന് അങ്ങനെ നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു തുണ്ട് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഞാൻ ഒഴിച്ചു കൊടുക്കണില്ലേ. ഇപ്പൊ തീ കുറവിലിട്ടിട്ട് പതുക്കെ ഇതാ ഇളക്കി നമ്മള് എടുക്കാണ് ചെയ്യുന്നത്. അതേപോലെ മൂടി വെക്കില്ല കേട്ടാ. നമ്മളിത് വേവണ വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. കണ്ട ഇല വാടി വരുമ്പോ തന്നെ നമുക്കിതില് ചെറുതായിട്ട് വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വേണ്ടെന്ന് പറയണത് കേട്ടാ. നമ്മള് ചീനിച്ചട്ടിയിൽ ഇതിട്ടപ്പോ ഫുള്ളായിരുന്നു. എനിക്ക് ഇളക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കണ്ട വാടി വരുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു കുറഞ്ഞു നോക്കി എത്രത്തോളായി. അപ്പൊ നമ്മുടെ നോക്കിയേ മത്തിലത്തോരൻ റെഡി ആയിട്ടാ. നല്ല ഒല്ലർന്നൊക്കെ ഇരിക്കണം. നല്ല വാരി വാരി കഴിക്കാം. ഇങ്ങനെ അത്രയും ടേസ്റ്റ് ആയിട്ട് അതിങ്ങനെ വെക്കുമ്പോ. ഷായക്ക് ഇത് ഭയങ്കര ഇഷ്ടാ. വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇതാ തോരൻ റെഡിയായി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പുറത്ത് നമ്മുടെ എന്താ പറയാ ചേനത്തണ്ട് നോക്കി വെന്ത് കളറൊക്കെ കണ്ടറിയാം. നമുക്ക് നന്നായി വെന്തിട്ടുണ്ട് കണ്ട. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്നിങ്ങനെ കയ്യിലുകൊണ്ടൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. നമുക്കുണ്ടല്ലോ പരിപ്പ് എന്തായാലും നമ്മൾ നന്നായി വെന്തിട്ടാണ് ഇരിക്കണേ കണ്ട. പരിപ്പ് ഒന്ന് കയ്യിലുകൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്കായി നല്ല കുറുകിയിട്ടുള്ള നല്ലൊരു കറിയാട്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി ഇവിടെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഞെക്കിയിട്ട്, അധികം ഒന്നും വേണ്ട കേട്ടാ പുളി. ഇത്രയും പുളി മതി. ഇനി ഇത് വീണ്ടും പിഴിഞ്ഞെടുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. അപ്പൊ ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനുണ്ടല്ലോ നമ്മുടെ ചേനത്തണ്ട് താളിക്കണം. അപ്പൊ അതിന് വേണ്ടി ഇതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ കറി റെഡിയാവും തിളച്ചിട്ടാ. ചീനിച്ചട്ടി ഇതാ ചൂടായി. അതിലേക്ക് നോക്കി നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഒപ്പം തന്നെ നോക്കിയേ നമ്മുടെ ചേനത്തണ്ട് ഇതാ കണ്ട ഇതേപോലെ ഒരു കുറുക്കിയ പോലെയാണ് നമ്മുടെ കറി ഇരിക്കുക. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് താളിക്ക വേണ്ട കേട്ടാ. പിന്നെ ഈ കറിയിലേക്ക് വേണമെങ്കിൽ ഇത്തിരി നാളികേരൊക്കെ അരച്ചൊഴിച്ചിട്ട്, ഇത് വെപ്പൊക്കെ ഇങ്ങനെ തന്നെ, എന്നിട്ട് ഒരു തുള്ളി നാളികേരം വേണമെങ്കിൽ അരച്ചൊഴിച്ചിട്ട് അങ്ങനെ നമുക്ക് താളിക്കാം കേട്ടോ. അതും കുഴപ്പമില്ല. പക്ഷെ ഇതൊരു രസമാണ് ഈ ഒരു ഒഴിച്ചു കറി ഇതേപോലെ വെക്കുമ്പോ കേട്ടാ. ഇപ്പൊ വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താളിക്കണേക്കാളും മുന്നുണ്ടല്ലോ നമ്മൾ ചെറിയ കൊണ്ടോട്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം അത് വറുത്തെടുത്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ താളിച്ചാലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യണത് നമ്മുടെ പച്ചപ്പയർ കൂടുതൽ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മള് വാട്ടി ഉണക്കണ ഒരു വീഡിയോക്കും കാട്ടിയിട്ടുണ്ടായിരുന്നു. ആ പച്ചപ്പയറാണ്. അത് നമുക്ക് കുറച്ചൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെയുള്ള വിശേഷങ്ങളായിട്ട് നമുക്കൊരു യൂണിഫോമിനോട് ഒരു ചാനലുണ്ട്. അതിങ്ങനെ വീർത്ത് വരും. നല്ല രസമായിട്ട് ഈ കൊണ്ടോട്ടൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പയറുണ്ടാക്കിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ടൈമാണ്. ഈ സമയത്ത് നമ്മളിങ്ങനെ ഉണക്കി വെച്ച കാരണം നമുക്കിതാ ഇപ്പൊ അത് ഉപയോഗം ആയി. ഇനി നമ്മളതിലേക്ക് ഇതിലേക്കുള്ളത് താളിക്കാം. അപ്പൊ ഇതാ ആദ്യം തന്നെ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങി ആ സമയത്ത് തന്നെ നമ്മൾ നോക്കിയ ഒരു ഇത്തിരിയോളം നമ്മുടെ ഉലുവ, പിന്നെ ഇതാ 2 വറ്റമുളക് നടുമുറിച്ച് തൊട്ട് കൊടുക്കാം. കൂടെ ഒരു കതിര് കറിവേപ്പില നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്കിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഗ്യാസ് ഞാനിതാ ഓഫ് ചെയ്തു. കുറച്ചെടുത്ത് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടാ. ഭയങ്കര രസമുള്ള നല്ല കറികളാണ് ഇതൊക്കെ. പക്ഷെ ഈ കറികളൊക്കെ നമ്മുടെ അമ്മമാരുടെ കറികളാണ് ശരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടിയിട്ടാ ഇതില് ഞാൻ പറയാം. നമ്മുടെ പച്ച മാങ്ങ വറുത്തിട്ട് ഒരു അച്ചാർ ഇടലുണ്ടായിട്ടായിരുന്നു നമ്മള്. ആ അച്ചാറാട്ടത്
അപ്പൊ ഇതൊക്കെ എടുത്തത് കഴിയാറായിട്ടുണ്ട്. കണ്ട എണ്ണയൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഒരു കേടും വരില്ല അങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള അച്ചാർ കേട്ടാ. ഞാനതും ഇന്നത്തെ നമ്മുടെ ചോറിലേക്ക് അതൊക്കെ കൂട്ടി കഴിക്കാന്ന് വെച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള കഷായിട്ടിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി എന്താ പറയാ, ടേസ്റ്റ് ചെയ്യാനും ചോറിനാനൊക്കെ ആയിട്ട് ഷായിട്ടിനെ വിളിക്കാം. ഞങ്ങളുടെ ഉച്ചയിലത്തെ ഒരു ഇന്നത്തെ ഒരു കറികളാണ് ഇതൊക്കെ കേട്ടാ. ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. ഇന്നെല്ലാം ഷായിട്ടിന് ഇഷ്ടമുള്ള കറികളാട്ടാ. നമ്മുടെ അച്ചാറും കൂടി എടുത്തുകൊണ്ടിടാം. കർക്കിടക മാസമായിട്ട് ഞെട്ടിക്കണ ഫുഡ് തന്നെയാട്ടാ. എന്താ രസം ഇത് കാണുമ്പോഴാണ് എനിക്ക് ചോറൊന്നും വേണ്ട. ഇങ്ങനെ വേണ്ട, അടിപൊളി സാധനം അത്. ഭയങ്കര ടേസ്റ്റ്. ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത് ഫുള്ള് ഒരാൾക്ക്. പയറിന്റെ ഇലയ്ക്കും തോരൻ വെക്കുമ്പോ വിചാരിക്കും അതാണ് ഏറ്റവും ടേസ്റ്റ്, പക്ഷെ അങ്ങനെയല്ല, ഓരോ ഇലയ്ക്കും ഭയങ്കര ടേസ്റ്റ് തന്നെയല്ല ചേട്ടാ. രസാ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി തന്നെ കഴിച്ചു നോക്കിയേ ഇല്ലേ. ഭയങ്കര രസാട്ടത്. മത്തര തോരൻ വെച്ചിട്ടില്ല ആരെ എവിടെന്നെങ്കിലും മത്തര ഇല കിട്ടാണെങ്കിൽ മേടിച്ചു വെച്ചോളൂ. അത് അത്ര രസാ, ആരും പ്രതീക്ഷിക്കില്ല ഇതൊന്നും. പിന്നെ പയറ് കണ്ട, ഞങ്ങള് കൂടുതലുള്ളപ്പോ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാട്ടായിട്ട്. അടിപൊളി, നല്ല കരികരിപ്പാ. പിന്നെ അച്ചാറിന്റെ കാര്യം, ഈ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വെളിച്ചെണ്ണ ഒന്നും അധികം വേണ്ടി വരുന്നില്ലല്ലോ, എന്നിട്ടും പോലും കേടാവാതെ അതേപോലെ ഇരിക്കും. ഞാനിപ്പോ ഇത് എന്നിട്ടോക്കണേ ഈ അച്ചാർ ഇട്ടോണേ, എനിക്കൊരു ഓർമ്മയും കൂടി ഇല്ല. എന്തായാലും ഒരു മാസത്തിനേക്കാളൊക്കെ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മള് കാണിച്ചിട്ടുണ്ട് അച്ചാർ ഇടുന്നത്. അതേമാതിരി കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര രസം തന്നെയാട്ടാ. രസം പറഞ്ഞിട്ട് ഷായിട്ട് എനിക്ക് എന്നിട്ട് ഒരാള് പറഞ്ഞു. ഞാനേ കറി മാത്രല്ലേ കൊടുത്തത്, അതാ മറന്നു. രസല്ലേ ഇപ്പൊ തന്നെ ഇപ്പൊ കിട്ടുന്നുള്ളതിലാണ് ഞാൻ നിക്കണേ. ഷായിട്ട് പറഞ്ഞു. അല്ല, ഞാൻ ഈ കറി കൊടുത്തത് കൊണ്ടാ. അപ്പൊ 2 പ്രാവശ്യം അപ്പൊ കൊഴപ്പില്ല. അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കിയോളാം. നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ